ചേച്ചി എന്തായി? സോളമേട്ടൻ അക്കരെ എത്തി. അപ്പൊ നീ പോവാൻ തീരുമാനിച്ചോ? അച്ഛനും കൊച്ചനും ഒക്കെ അവിടെ നിക്കണ്ടേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ എന്തായാലും നന്നായി പഠിക്കണേ. ഒരു വീട്ടിലെ ഒരു ഒളിച്ചോട്ടം മതി. അച്ഛനമ്മയൊക്കെ പറയണ കേട്ട് ഒരു പറയുന്ന ചെക്കനെ കേട്ട് സുഖമായിട്ട് ജീവിക്കണേ. നീ വേണമെങ്കിൽ എൻ്റെ സ്വത്തൊക്കെ എടുത്തോ. ഓ അല്ലേ ചേച്ചിമാരൊന്നും മൊത്തം അനിയത്തിമാർക്ക് പണി കിട്ടുന്നു. ഞാനും വരണോ? ഒളിച്ചോടി പോകുമ്പോ അച്ഛനെ കൂട്ടി പോകാൻ പറ്റുവാവേ? എടി നീ വന്നില്ലെങ്കിൽ അച്ഛൻ വേറെ ആരെങ്കിലും എന്റെ കൂടെ വിടും. എന്റെ ഒളിച്ചോട്ടം നീ ആയിട്ട് കൊളാക്കരുത് പ്ലീസ്. നിങ്ങൾ ഇതുവരെ പോയില്ലേ? വേഗം പോയി എടുത്തിട്ട് വാ. എന്താടി ഇത്? അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം. അതിന് ഇനി സമയമുണ്ടല്ലോ. ആദ്യം ദൈവത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വാ. അല്ല, മാതാപിതാ ഗുരുദൈവം എന്നാണല്ലോ. ചെല്ലട്ടമ്മേ. അതെ, കറക്കം തിരിഞ്ഞിരിക്കാതെ വേഗം വന്നേക്കണേ. അമ്പലത്തിലേക്ക്. പിന്നെ ആ വിളക്കിലൊക്കെ തിരിയിട്ടോണേ. ഞങ്ങളൊന്ന് അമ്പലം വരെ. ഞാനും കൂടി വരാന്നാ. അയ്യോ, അത് പ്രശ്നവും. എന്ത് പ്രശ്നം? ഒരു മിനിറ്റ്, ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ തന്നെ വരാം. നീ ഒറ്റയ്ക്ക് പോകണ്ട, അവനും കൂടെ. ഇന്ന് നിന്റെ കല്യാണം കൂടിയാണ്. അച്ഛാ, കൊച്ചച്ഛനെ ഇനി കുളിച്ചിട്ടൊക്കെ വരാൻ സമയം എടുക്കില്ലേ? ഇല്ലല്ല, ഒരു കാക്കക്കുളി ഇപ്പൊ തന്നെ വരും. അതൊന്നും വേണ്ട, കൊച്ചു പോയിട്ട് വാ. മുഹൂർത്തം തെറ്റുവന്നേ. എന്നാ നീ പൊക്കോ, സൂക്ഷിച്ചു പോണം. അപ്പൊ ഞാൻ കുളിക്കണ്ടല്ലോ. കല്യാണമൊക്കെ അല്ലേടാ, ഒന്ന് കുളിച്ചേക്ക്. അവിടെ എന്നടി കാശൊക്കെ എടുത്തോ? ദൈവത്താണ് ചില്ലി കാശ് എടുത്തിട്ടില്ല അച്ഛാ. പിന്നെ അർച്ചന എങ്ങനെ നടത്തും? പൈസ നീ എടുത്തില്ലേ? ഇല്ലെന്ന്. ഇതാ പൂജാരിക്കും കൊടുത്തേക്ക്. നേരം വെളുത്ത് തുടങ്ങിട്ടോ. വരും. അനിയത്തിയും വരുന്നുണ്ടോ? നീ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി. ആരുമില്ലെന്നേ. പോട്ടെ മോളെ. ഹലോ, ആ ചേട്ടാ, ആരോമ്പൊക്കെ ഇക്കലുണ്ട്. എടാ, ഈ കാക്ക കാഷ്ടം ശരിക്കും ഉടച്ചോളാം. അല്ലെങ്കിൽ നാളെ ഒരേ ഇലയിൽ 2 പച്ചടി കളമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വെക്കിട്ട് ആൾക്കാർ കയറും. തുടച്ചോ, ശരിക്കും തുടച്ചോ. എപ്പോ ആളെ വിടാം. അക്കരയ്ക്ക് ഹാരം ഒക്കെ ആയിട്ട് ആള് വന്നിട്ടുണ്ട്. നീ പോയി വാങ്ങിച്ചോണ്ടോ. ചേട്ടനെ കസേര ഓടിച്ചിട്ട് ഇതാക്കണ്ട, എന്റെ കൈയിന്റെ കുഴ തെറ്റിയിരിക്കണം. ചേട്ടനോട് വാ, വെള്ളം തുടഞ്ഞോണ്ടേ. ചേട്ടനോട് വാ. അപ്പൊ ശരി ചേച്ചി, ഇനി വിളിക്കാനൊന്നും നിൽക്കണ്ട, മെസ്സേജ് അയച്ചാൽ മതി. പോയിട്ട് വായോ. ശരി. വണ്ടി എടുക്കണം. അയ്യോ, അച്ഛനും കൊച്ചനും ഞാൻ പോവാണേ. ചേട്ടാ വേഗം വണ്ടി എടുത്തോ. വണ്ടി എടുക്കടാ. സ്റ്റാർട്ട് ആവുന്നില്ല. എന്റെ മാതാവ് സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു. ചക്കൻ വെളുപ്പിനെത്തിയ ഇതുപോലൊരു കാർ അവനും ഉണ്ടായിരുന്നു. അത് എന്നോടാണ് ചോദിക്കുന്നത്. കുതിര പോലെ ഓടി വണ്ടിയല്ലോ. എടാ, കുതിരയുടെ പ്രായമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ആള് വരുന്നുണ്ട്, ഇറങ്ങി ഓടി അലുമ്പാക്കല്ലേ പോലെ. അതെ, ഞാൻ ഇറങ്ങി വരില്ല. വരരുത്, കുറച്ച് സമയം മിണ്ടാതെ കിടക്ക. ഞാൻ ഇതൊന്നും മൂടുകയാണേ. നമ്മളെ വീണല്ലോ. എന്താ സംഭവം? ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. കംപ്ലൈന്റ് വല്ലോ? എന്നാന്നറിയത്തില്ല. അല്ല, കാണാൻ നല്ല ലുക്കൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, ഉള്ളിൽ ചതി നമുക്ക് പിടിയിട്ടൂല പെട്ടെന്ന്. ഒന്നില്ലെങ്കിൽ ബാറ്ററി കംപ്ലൈന്റ്, അല്ലെങ്കിൽ ഫീസ് പോയതായിരിക്കുള്ളൂ, അല്ലെങ്കിൽ വഴി കിടക്കില്ല ഇങ്ങനെ. ഇതെന്താ? അത് ചേട്ടൻ്റെ അവളുടെ കല്യാണമാണ്. ഇതാ വീട് കണ്ട, അവിടെ വെച്ചാണ് കല്യാണം. പിന്നെ നല്ല പയ്യനാണ്ട. ചേട്ടനെ മോളായതുകൊണ്ട് പറയല്ല, അവളെ പോലെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു പെണ്ണ് ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ വേറെ ഇല്ല. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. മോനകത്തേറി കൂടാ, സ്റ്റാർട്ട് ചെയ്ത് നോക്ക്, ഞങ്ങൾ പിടിച്ചേരാ. ചെല്ലേ ചേട്ടൻ കന്നേട്ടാ, മോനും കേറിക്കോ. കേറിക്കോന്ന്, ഇത് ഞങ്ങളെ പിടിച്ചോട്ടാ.
ആക്സിഡന്റ് കൊടുത്തോളാം. വെച്ചോനെ കൈ വെച്ച് കാലെടുത്തോ. ആ നമ്മ കൂടിയിട്ടാണ് വാഴക്കൊല്ലേണ. അതൊന്നും വേണ്ട, ഇരിക്കട്ടെ, നന്നായി വരട്ടെ. എന്താ കാണിക്കണത്? ശരി എന്നാ. എന്തായാലും പയ്യനല്ലേ. നമ്മുടെ ഇളയ മോളെ കൊടുക്കണമെങ്കിൽ ഇതുപോലെ തുരുത്തിന് കൊടുക്കണം. മാലേന്തി പോണു മാല.